മുതിർന്ന മാധ്യമപ്രവർത്തകൻ BC ജോജോ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹം പത്രപ്രവർത്തകൻ എന്ന നിലയിലും അതുപോലെ തന്നെ പൊതുമണ്ഡലത്തിലും ചെയ്തിട്ടുള്ള സേവനങ്ങളുടെ കാര്യങ്ങൾ ഓർക്കാതെ വയ്യ. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു 30-35 വർഷം കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ സംഭവങ്ങളിൽ അത് പുറത്തു കൊണ്ടുവരുന്നതിൽ, അത് വലിയ ചർച്ചാ വിഷയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച മാധ്യമപ്രവർത്തകനാണ് കടന്നു പോകുന്നത്. വ്യക്തിപരമായി വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഞാനും ജോജോയും തമ്മിലുള്ള ബന്ധം, പ്രത്യേകിച്ച് അത് മാധ്യമ പ്രവർത്തനം വഴിയുള്ള ബന്ധമാണെങ്കിലും ഒരുപാട് അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം കടന്നു പോകുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന് ഒരു വലിയ നഷ്ടം തന്നെയാണ് സംഭവിക്കുന്നത്. ഒപ്പം തന്നെ കേരളത്തിലെ കേരളത്തെ ഇളക്കി മറിച്ച പാം ഓയിൽ അഴിമതി, അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ പ്രശ്നം, അത് വെള്ളവുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ മതികെട്ടാൻ ഭൂമി കയ്യേറ്റം സംബന്ധിച്ചുള്ള ഇതടക്കം ഒരുപാട് വാർത്തകൾ ആദ്യം പ്രേക്ഷകരിലേക്കും അതുപോലെ മാധ്യമ പ്രവർത്തകരിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ് ജോജോ. ജോജോയുടെ പേര് തന്നെ BC ജോജോ ഇന്തോനേഷ്യയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പേരാണ്. അച്ഛൻ ബാലേന്ദ്രൻ സാറ്, അദ്ദേഹം മയ്യനാട് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, സ്കൂൾ ഹെഡ് മാസ്റ്ററൊക്കെ ആയിരുന്നു അദ്ദേഹം നൽകിയത്. ജോജോ അദ്ദേഹത്തിന് പഠിച്ചത് ജേർണലിസത്തിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ഡൽഹിയിൽ നിന്നാണ്. അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ബിരുദാനന്തര ബിരുദം നേടിയത്. അവിടെ നിന്നാണ് അദ്ദേഹം ഇംഗ്ലീഷ് പത്രങ്ങളിൽ, ന്യൂ ഏജ് അടക്കമുള്ള പത്രങ്ങൾ, ഇംഗ്ലീഷ് പത്രങ്ങളിൽ പ്രവർത്തിച്ച ശേഷമാണ് കേരള കൗമുദിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട്, ആദ്യം ബ്യൂറോ ചീഫായി പിന്നീട് എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് വരുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരത്തെ പത്രപ്രവർത്തന ജീവിതമാണ് ജോജോയെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനായിട്ട് മാറ്റിയത്. ഒരുപക്ഷെ ഈ ബഹളങ്ങളോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള പബ്ലിസിറ്റി ഒന്നും ഇഷ്ടപ്പെടാത്തൊരു മാധ്യമപ്രവർത്തകൻ, പക്ഷേ തൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ അദ്ദേഹം എഴുത്തുകളിലൂടെ അത് കൃത്യമായിട്ട് തെളിയിക്കുകയും ചെയ്തു. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൽ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു പോയി അതിൻ്റെ ഉറവിടം കണ്ടെത്തി അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയ ജോലിയാണ് അദ്ദേഹം ചെയ്തത്. ഒരുപക്ഷെ പാം ഓയിൽ വാർത്ത, അഴിമതി വാർത്ത പുറത്ത് കൊണ്ടുവന്ന് ആദ്യമായിട്ടത് കേരള കൗമുദിയുടെ താളുകളിൽ അച്ചടിക്കുമ്പോൾ അത് K. കരുണാകരൻ എന്ന കേരള രാഷ്ട്രീയത്തിലെ ഒരു അതികായൻ്റെ രാജിയിലേക്ക് വരെ നയിക്കുമെന്നൊരു പക്ഷേ ജോജോ പോലും ഓർത്തിരുന്നില്ല. ഞാൻ ആ ദിവസങ്ങൾ ഓർക്കുന്നു. ജോജോ ആ പാം ഓയിൽ സംഭവം കൊണ്ടുവന്ന ദിവസങ്ങളിൽ ഞാൻ പലപ്പോഴും ജോജോ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. പാം ഓയിൽ മാത്രമല്ല, മുല്ലപ്പെരിയാർ, അതുപോലെ തന്നെ മതികെട്ടാൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിൽ ഏത് വിഷയത്തിൽ ഇടപെട്ടാലും വലിയ ആത്മാർത്ഥമായിട്ട് ഒരാൾക്കും സ്വാധീനിക്കാൻ കഴിയില്ല. ഈ ഒരുപാട് അഴിമതിയുടെ ഇതൊക്കെ കാലത്ത് അഴിമതിക്കൊക്കെ അപ്പുറം വലിയ രീതിയിൽ ചിന്തിക്കുകയും, മുൻപേ പറന്ന പക്ഷി എന്ന് ഞാൻ പറയും അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം വലിയൊരു ജീനിയസ് ആയിരുന്നു ജേർണലിസത്തിൽ. അദ്ദേഹം വായിക്കാത്ത പുസ്തകങ്ങളില്ല, കാണാത്ത ഏറ്റവും ആധുനികമായിട്ടുള്ള സിനിമകൾ, നാടകങ്ങൾ, സംഗീതത്തിൻ്റെ വലിയ ഉപാസകനായിരുന്നു. കർണാട്ടിക് സംഗീതവും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ കച്ചേരികൾ എവിടെയുണ്ടെങ്കിലും അവിടെ ജോജോ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഗഹനമായി സംസാരിക്കാൻ കഴിയുമായിരുന്നു. രാത്രികളിലിരുന്ന് അദ്ദേഹം വായിച്ചു തീർക്കാത്ത പുസ്തകങ്ങളില്ല. ലോക സാഹിത്യം, ഇന്ത്യൻ സാഹിത്യം, മലയാള സാഹിത്യം, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് വളരെ ആഴത്തിൽ ജ്ഞാനം നേടിയിരുന്ന ആളാണ്. ഇങ്ങനെ ഒരുപാട് ഒരു ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ ജോജോയെക്കുറിച്ച് പറയാനാവും. ഞാൻ ഓർക്കുകയാണ്, ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കളിൽ ജോജോയ്ക്ക് ഏറെ അടുപ്പമുണ്ടാവുകയും ഒപ്പം തന്നെ ഒരു അകലം സൂക്ഷിക്കുകയും ചെയ്ത നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ്. ഒരുപക്ഷെ ജോജോയ്ക്ക് അങ്ങനെ ഒരു അടുപ്പം തോന്നാനുള്ള ഒരു കാരണം, ജോജോ കൊണ്ടുവന്ന പാം ഓയിൽ അടക്കമുള്ള വിഷയങ്ങളിൽ മറ്റു നേതാക്കളൊക്കെ അറച്ചു നിന്നപ്പോൾ ഈ മുല്ലപ്പെരിയാറിൽ ഒക്കെ അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ധൈര്യം കാണിക്കുകയും തൻ്റെ ഇടം കാണിക്കുകയും ചെയ്ത രാഷ്ട്രീയ നേതാവ് VS ആയിരുന്നു. അതുകൊണ്ട് VSനോട് ഒരു പ്രത്യേക മമത ജോജോയ്ക്ക് ഉണ്ടായിരുന്നു. ജോജോടൊപ്പം ഞാനും VSുമായിട്ട് ഒരുപാട് അടുപ്പം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെ കാണാൻ പോകുമ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിൽ ഓർക്കാനുണ്ട്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര യാത്രകളിൽ, പ്രത്യേകിച്ച് സൗത്ത് അമേരിക്കയിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കിസ്, പൗലോ കോയ്ലോ അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ, സാംസ്കാരിക നായരുടെയൊക്കെ വീടുകളിൽ വരെ പോയി അത്രയും ഇതായിട്ട് കാര്യങ്ങൾ പിന്നീട് അധികം എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. അമേരിക്കൻ യാത്ര ഞങ്ങൾ ഒരുമിച്ചാണ് നടത്തിയത്. ഒരുപാട് സ്ഥലങ്ങൾ, ടെറൈൻസ്, ലാസ് വെഗാസ്, ഗ്രാൻഡ് കാനിയൻ, അതുപോലെ തന്നെ ബോയിങ് കമ്പനിയുടെ ആസ്ഥാനമായിട്ടുള്ള സിയാറ്റിൽ, ലോസ് ഏഞ്ചലസ്, ഓസ്കാർ അവാർഡ് ദിശയിൽ പങ്കെടുത്തു. ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ ഒരുമിച്ച് നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അധികം സൂക്ഷിച്ചിരുന്നു.
അദ്ദേഹം ഒരു അച്ചടി മാധ്യമ പ്രവർത്തകനായിട്ടാണ് തുടങ്ങിയതെങ്കിലും അദ്ദേഹത്തിൻ്റെ കരിയർ എൻഡ് ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വെബ് ടി വി തുടങ്ങിക്കൊണ്ടാണ്. ആരും ചിന്തിക്കാതിരുന്ന സമയത്ത് ഇന്ത്യ പോസ്റ്റ് ലൈവ് എന്ന വെബ് ടി വി വിൻസോഫ്റ്റ് ഡിജിറ്റൽ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയത് അദ്ദേഹം തന്നെ 4-5 കോടി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ നിന്നൊക്കെ സമാഹരിച്ചാണ് അത് തുടങ്ങിയത്. അത് തുടങ്ങി വയ്ക്കുകയും ലൈവായിട്ട് ഇത് വെബ് ടി വിയിൽ ഇൻട്രാക്ഷൻ വരെ കൊണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹം. അതിൻ്റെ സ്ഥാപകനാണ്, CEO ആയിരുന്നു. ഒരുപക്ഷെ ഏറ്റവും അത്യാധുനികമായ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത്. കേരളകൗമുദിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്നപ്പോൾ അച്ചടി മാധ്യമത്തോടൊപ്പം ഓൺലൈൻ മീഡിയയിൽ വല്ലാത്ത ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഞാൻ അദ്ദേഹമൊക്കെയാണ് ദീപു രവി എന്ന എഡിറ്ററുടെ കീഴിൽ തുടങ്ങിയത്. കേരളകൗമുദി ഫ്ലാഷ് തുടങ്ങിയത് ഞാൻ ഓർക്കുന്നു. അത് ഞാൻ കേരളകൗമുദി ഫ്ലാഷ് എന്ന മിഡ് ഡേയെക്കുറിച്ച് തുടങ്ങാനായിട്ട് പറഞ്ഞപ്പോൾ പലരും അതിന് വിസമ്മതം. കാരണം ഞാൻ DBA എന്നാണ് വരുന്നത്, രാഷ്ട്രദീപിയെ തുടങ്ങി അത് വലിയ വിജയമായി നിൽക്കുകയാണ്. ആ സമയത്താണ് കേരളകൗമുദി ഫ്ലാഷ് എന്ന ഐഡിയ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ജോജോ ആയിരുന്നു അതിന് ഏറ്റവും വലിയ പിന്തുണ നൽകിയത്. ഇത് ടെലിവിഷൻ യുഗമാണ്. അതുകൊണ്ട് രാവിലെ ഒരു പത്രം ഇറങ്ങി പിറ്റേ ദിവസം ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും ജെയിംസ് പറയുന്ന പോലെ ഒരു മിഡ് ഡേ ഈവനിങ്ങിനൊക്കെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളമെമ്പാടും ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്താണ് കേരളകൗമുദി ഫ്ലാഷ് തുടങ്ങിയത്. എല്ലാ സ്ഥലങ്ങളിലും അതിന് വലിയ ആഘോഷമായിട്ടുള്ള ഉദ്ഘാടനം. എല്ലാ ദിവസവും 7-8 എഡീഷനുകൾ 10 മണിക്ക്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് DICയുടെ കരുണാകരൻ്റെ പിന്തുണയോടെ വിജയിച്ചപ്പോൾ അന്ന് 8 എഡീഷനാണ് ഇറക്കിയത് കേരളകൗമുദി. അതിൻ്റെ പിന്നിൽ എന്നോടൊപ്പം വളരെ ശക്തമായിട്ട് ഉണ്ടായിരുന്ന മുരുകൻ, അതുപോലെ തന്നെ ദീപു രവിയൊക്കെ ഉള്ള ഒരു ടീമാണ് അത് ഇറക്കിയത്. രാവിലെ 9 മണിക്ക് ആദ്യത്തെ എഡീഷൻ ഇറങ്ങിയിട്ട് വൈകിട്ട് വരെ നിരന്തരമായിട്ട്. അതുപോലെ സദാം ഹുസൈൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ തൂക്കുകയറിൽ ഏറിയപ്പോഴും ഇതുപോലെ പല എഡീഷനുകൾ ഇറക്കിയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള നൂതനമായിട്ടുള്ള സംരംഭങ്ങളിൽ എന്നും ജോജോ വല്ലാതെ സഹകരിച്ചിട്ടുണ്ട്. ജോജോയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, VSൻ്റെ കൂടെ ഫൈറ്റിംഗ് കാലത്ത് നിന്ന ജോജോ VS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ജോജോയുടെ നിലപാട് മാറി. VSനോട് എൻ്റെ മുമ്പിൽ വെച്ചാണ് ജോജോ പറഞ്ഞത്, VS ഇനി മുഖ്യമന്ത്രി ആവുകയാണ്, അധികാരത്തിലേറുന്നു, അധികാരം ഒരുപാട് കമ്പൽഷൻസ് ഉണ്ടാക്കും, ഞാൻ അതുകൊണ്ട് ഇനി VSൻ്റെ കൂടെ ഉണ്ടാവില്ല. VSനെ വിമർശിക്കാൻ മാത്രമേ പത്രപ്രവർത്തന നിലയിൽ ഞാൻ ഉണ്ടാവുകയുള്ളൂ. VS എന്ന മുഖ്യമന്ത്രി എന്നെ ഞാൻ തേടി വരില്ല, എന്നെയും വിളിക്കാൻ പാടില്ല. ഒരു പത്രപ്രവർത്തകൻ അങ്ങനെ ഒരു നിർമ്മമതയോടെ പെരുമാറുന്നത് ഞാൻ വളരെ ചുരുക്കി കണ്ടിട്ടുള്ളൂ. കാരണം എല്ലാവരും അധികാരത്തിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അധികാരം ഇല്ലാത്തപ്പോൾ അടുത്തു പോകാതിരിക്കാനും ശ്രമിക്കുന്നൊരു കാലത്ത് അധികാരത്തിലേറിയ ഒരുപക്ഷെ PS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവുന്നതിൽ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ വലിയ പങ്കുണ്ട് ജോജോയ്ക്ക്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ സംഭവവികാസങ്ങളിൽ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം നേരിട്ടതൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ പാലക്കാട് സമ്മേളനം നടക്കുകയും CPMലെ പ്രമുഖ നേതാക്കൾ പലരും വെട്ടിനിരത്തപ്പെടുകയും ചെയ്തപ്പോൾ അതിന് പിന്നിൽ ജോജോ ഉണ്ടായിരുന്നു പറയുന്നില്ല. പക്ഷേ ജോജോ ഉയർത്തിക്കൊണ്ടുവന്ന പാർട്ടിക്കുള്ളിലെ ജീർണതയ്ക്ക് എതിരെയുള്ള ഒരു പോരാട്ടം അന്ന് പാലക്കാട് സമ്മേളനത്തിൽ ആഞ്ഞടിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൽ ഞാനും ജോജോയും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. എനിക്കറിയാം ജോജോ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജീർണതയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ചിന്താഗതിക്കാരനായിരുന്നു. എന്നിവ വെച്ച് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അധികം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. അദ്ദേഹത്തിന് കരുണാകരനായിട്ട് വലിയ ഫൈറ്റിൽ നിൽക്കുമ്പോഴും കരുണാകരൻ രാജിവെച്ചതിന് ശേഷം കരുണാകരനെ കാണാൻ പോയ സംഭവം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോയത്. കരുണാകരൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ മാമ്പൂവെല്ലാം കൊഴിഞ്ഞല്ലോ, ഫലമൊക്കെ പോയല്ലോ, ഇനി എന്തിനീ മാഞ്ചുവട്ടിൽ എന്ന് ജോജോട് ചോദിക്കുന്നത് ഞാനിത് സാക്ഷിയാണ്. അപ്പം ആ വ്യക്തിപരമായ ബന്ധങ്ങളൊക്കെ അദ്ദേഹം സൂക്ഷിക്കുകയും എന്നാൽ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തമായൊരു പത്രപ്രവർത്തകൻ്റെ നിർമ്മമതയോടെ ഇടപെടുകയും ചെയ്തൊരു ജേർണലിസ്റ്റായിരുന്നു. ആ തരത്തിലേക്ക് ചിന്തിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ജോജോയെ പോലൊരാൾ കടന്നു പോകുമ്പോൾ കേരളത്തിലെ മാധ്യമപ്രവർത്തനത്തിലെ ഒരു വലിയ അധ്യായം എഴുതിയ ഒരു വലിയ മഹാനായ ഒരു ജേർണലിസ്റ്റ് കടന്നു പോവുകയാണ്. വലിയ മനുഷ്യസ്നേഹിയായിരുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി പക്ഷം ചേരുക, അവർക്ക് വേണ്ടി പോരാടുക, എന്ത് വില കൊടുത്തും പോരാടും. അദ്ദേഹത്തിന് ഒരുപാട് വധഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം പോരാടിയിട്ടുള്ളത്. ഞാൻ ഓർക്കുന്നു, ഒരു ചേതക്ക് സ്കൂട്ടറിൽ നടന്ന കാലം മുതൽ ഞങ്ങൾ ഒരുമിച്ച് സ്കൂട്ടറിൻ്റെ പിറകിൽ നിന്ന് യാത്ര ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്, ഒരുമിച്ച് സിനിമകൾ. IFFKയുടെ 20 വർഷത്തെ സിനിമകൾ ഞങ്ങളാണ് ഒരുമിച്ച് കണ്ടിരുന്നത്. ഒരുപക്ഷെ സൗഹൃദത്തിൻ്റെ ഒരു ആഘോഷമായിരുന്നു ജോജോയുടെ ജീവിതം. ജോജോയ്ക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വളരെ വ്യക്തിപരമായ ബന്ധമായിട്ട് അദ്ദേഹം നിലനിർത്തുകയും അധികാരത്തിൻ്റെയും വലിയ ആഡംബരങ്ങളുടെയൊക്കെ പിറകെ പോകാതെ എപ്പോഴും
ആരും അറിയാതെ കടന്നു പോവുക എന്നൊരു തരത്തിലാണ് ജോജോ ജീവിച്ചിരുന്നത്. ഒരുപക്ഷെ BC ജോജോയെ കുറിച്ച് പുറം ലോകം എത്രമാത്രം അറിയുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ BC ജോജോ എന്ന ഒരു മഹാനായ ജേർണലിസ്റ്റ് കേരളത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് ലോകം അറിയണം തീർച്ചയായിട്ടും. കാരണം അത് ആ വ്യക്തിപ്രഭാവത്തിന് വേണ്ടിയല്ല, അദ്ദേഹം നിലകൊണ്ട ഐഡിയൽസ്, മൂല്യങ്ങൾ, അത് ഭാവി മാധ്യമപ്രവർത്തനത്തിന് വലിയ കൂട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രിയ ജോജോ, വിട.